വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. യൂത്ത് ലീഗ് MSF പ്രവർത്തകർ മർദ്ദിച്ചതായി യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതി. ജോലി നഷ്ടപ്പെട്ട് ഉപവാസ സമരം നടത്തിയ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കുഴഞ്ഞുവീണ പരാതിക്കാരനെ നെഞ്ചുവേദനയെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് അകാരണമായി ഭീഷണിപ്പെടുത്തിയതായി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കോർഡിനേറ്റർ ഫൈസൽ M വലമ്പൂർ നില 24 ലൈവിനോട് പറഞ്ഞു. ഇതുമായി ജോലി നഷ്ടപ്പെട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ സത്യാഗ്രഹ അവിടെ കുത്തിരിപ്പ് സമരം നടത്തുമ്പോൾ MSFൻ്റെ 2 പ്രവർത്തകർ സംശയമുണ്ട്. അവർ വന്ന് എന്നെ ഷൗട്ട് ചെയ്യുകയും എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നെ അതിനുശേഷം ആ സമയത്ത് തന്നെയാണ് പിന്നെ യൂത്ത് ലീഗിൻ്റെ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന നേതാക്കന്മാരായ നമ്മളെ ഷെഫീഖ് പരിയാപുരം, അതുപോലെ ആരിസ് കളത്തിൽ, പിന്നെ പൂപ്പലത്തിലുള്ള മുജീബ്, അതുപോലെ ഷിയാബ് ചോലയിൽ, ആഷിം, മുൻ പഞ്ചായത്തിൽ വർക്ക് ചെയ്ത ആഷിം അടക്കമുള്ള ആളുകളൊക്കെ വന്നിട്ട് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഒരാൾ ചവിട്ടുകയുണ്ടായി. ഈ MSFൻ്റെ നേതാവ് എന്ന് പറഞ്ഞാൽ വലമ്പൂർ പിന്നെ PHCയിൽ മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ആളുടെ പേര് സഫീറ എന്ന് സംശയമുണ്ട്. ഒരാൾ വന്നത് പിന്നെ അവിടെ ഉള്ള പ്രദേശവാസിയാണ്. ഈ പുള്ളി ഞാൻ രാത്രി 8 മണിക്ക് എടുക്കുമ്പോൾ വീണ്ടും അവിടെ വരികയുണ്ടായി പഞ്ചായത്തിൽ. എന്നിട്ട് അവിടെ എന്നെ പറയുകയും എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ കൂടെ അവിടുത്തെ മുസ്താഫ് തിരങ്ങാടി, മാത്യു അച്ചാൻ, അനീഷേട്ടൻ, കേശവേട്ടൻ എല്ലാ ആളുകളും, പൊതുത്തുകൊള്ളിലെ ഫിറോസ്, ആസിഫ് അടക്കമുള്ള ആളുകളും, ബീബിൻ അടക്കമുള്ള ആളുകളൊക്കെ വരികയുണ്ടായി. അങ്ങനെ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായി. 19 ആളുകൾ അവിടെ കൂടി. ആ സമയത്ത് ഇവിടെ വിഷയമുണ്ടെന്ന് അനീഷേട്ടൻ പോലീസിനെ വിളിച്ചറിയിക്കുകയും പിന്നെ കുറച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ശേഷം ഒരു സിയുടെ നേതൃത്വത്തിൽ SIയുടെ നേതൃത്വത്തിൽ പോലീസ് ചീഫ് വന്നതിനെ ഫലമായി പിടിച്ചുകൊണ്ടുപോകാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തിനാണ് കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ മുൻകരുതൽ അറസ്റ്റാണെന്ന് പറഞ്ഞു. അത് എനിക്ക് ചെയ്യാം, എനിക്ക് വകുപ്പുണ്ടെന്ന് പറഞ്ഞു. മനസ്സിൽ അവിടെ കൊണ്ടുപോയി അവിടെ മാന്യമായ രീതിയിൽ SI എന്നോട് സംസാരിച്ചത്, SIനോട് അങ്ങോട്ട് സംസാരിച്ച് അവിടെ രാത്രി അവിടെ പാർപ്പിക്കുകയുണ്ടായി. രാവിലെ എണീറ്റ ശേഷം ഞാൻ ഇന്നലെ ഉണ്ടായ വിഷയം പരാതി കൊടുക്കാൻ വേണ്ടി ആദ്യം CAനോട് ചോദിച്ചു. CA പരാതി കൊടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ എഴുതാൻ വേണ്ടി ഒരു മേഡം പേപ്പർ വന്നു. ഒരു പേന ചോദിച്ചപ്പോൾ മേഡം തന്നില്ല. വേറെ 1-2 പേന ചോദിച്ചപ്പോൾ പേന ആരും തന്നില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ CA എന്നപ്പോൾ സാറേ ഒരു പേന വേണം പരാതി കൊടുക്കാൻ. നീ എന്താണ് രാവിലെ മുതൽ പേപ്പർ പേന നടക്കാൻ, ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചാൽ ഷൗട്ട് ചെയ്യുകയും. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ പ്രതിയല്ല, ഞാൻ എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം എന്നെ അനധികൃതമായി പിടിച്ചു വെച്ചിരിക്കണം ഇവിടെ. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറയാം, എൻ്റെ ജോലി പോയി. അതിന് ഞാൻ അവരോട് ചോദിക്കണം പഞ്ചായത്തിനോട് എന്തിനു പുറത്താക്കി. അതിന് അവർക്ക് ആരെതിരെ ബോധിപ്പിച്ചിട്ടില്ല. എന്നോട് നോട്ടീസോ കടലാസോ അതൊന്നും എനിക്ക് തന്നിട്ടില്ല. അവർ ബോർഡ് മീറ്റിൽ പാസ്സാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് CA ഭയങ്കര ഷൗട്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ ഇവിടെ വെളിച്ചിലടക്കിയ ചവിട്ടി കൂട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം കോർഡിനേറ്ററാണ്. എൻ്റെ പുറകിൽ ആളുണ്ട്. അങ്ങനെ പിന്നെ ചവിട്ടിക്കൂട്ടാനുള്ള വകുപ്പൊന്നുമില്ല. മേലെ പത്രക്കാരുണ്ട്, അതേമാതിരി ചാനലുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇവിടെ വരട്ടോന്ന് പറഞ്ഞപ്പോൾ സാറൊന്ന് ഒതുങ്ങി. അതിനുശേഷമാണ് പിന്നെ അവിടെ റെസ്റ്റ് എടുക്കുന്ന ഇടയിലാണ് പരാതി എഴുതി കൊടുക്കുന്ന ഇടയിൽ എനിക്ക് ചെറിയ നെഞ്ചുവേദന വന്നു. അപ്പോൾ സാറോട് പറഞ്ഞു, അവിടുത്തെ സാറോട് പോകുമ്പോൾ സാർ അവിടെ കടന്നു പറഞ്ഞു 10 മിനിറ്റ് കടത്തി. വേദന കൂടിയപ്പോൾ പിന്നെയാണ് അവർ പിന്നെ ഇവിടേക്ക് കൊണ്ടുപോയത്, പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക്. അവിടെ നിന്ന് വരുമ്പോൾ കലശല വേദന. പിന്നെ അവിടെ നടന്ന സംഭവം എനിക്ക് വലിയ ഓർമ്മയില്ല. വീണു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ചെറിയ വേദന, കാലിന് വേദനയൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ആളുകൾ പറഞ്ഞത്. എനിക്കത് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. CA ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിച്ച് യൂത്തിൻ്റെ നേതാവെന്ന നിലയിൽ നമ്മളെ എന്താണ് ഞാനിവിടെ പ്രതിയല്ല, എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്തു തിരിച്ചു ചോദിച്ചു. അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് അനീഷേട്ടൻ കയറി വരികയും പിന്നെ ഈ അനാവശ്യ സംസാരങ്ങളൊന്നും വേണ്ടാന്നുള്ള CAനോട് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ CA ഒന്ന് ഒതുങ്ങിയത്. ഒരു 5-8 പോലീസുകാരുണ്ടായിരുന്നു എനിക്കെതിരെ തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അനീഷേട്ടനും കുട്ടിയാക്കിയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് പിന്നെ അവിടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുണ്ടായിരുന്നു.